രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ മൊഴിയെടുപ്പ് തുടരുകയാണ്. മൊഴി നൽകാൻ പരാതിക്കാരനായ ഹഫീസ് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരായി. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് റിനു, നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിൽ കുറെ ഭാഗമെങ്കിലും പൂർത്തിയാക്കാൻ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നു എന്ന സൂചനയാണ് ഇന്നലെ വന്നത്. അതിന് തുടർച്ചയാണോ നമ്മളിപ്പോൾ കാണുന്ന ഈ മൊഴിയെടുക്കൽ നടപടികൾ? തീർച്ചയായും വിജയകുമാർ, കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായിട്ടുള്ള അന്വേഷണം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ക്രൈംബ്രാഞ്ചിന്റെ പുതിയ സംഘം അന്വേഷണം ഏറ്റെടുത്തതിനു ശേഷം മൊഴിയെടുപ്പുകൾ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം ആദ്യം പരാതി നൽകിയ എറണാകുളം സ്വദേശിയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്നിപ്പോൾ AH ഹാഫീസ് കേരള കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മൊഴി രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഗാന്ധിനഗറിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അദ്ദേഹം എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള അന്വേഷണം നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഏകദേശം പൂർത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ മുന്നിലുള്ളത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇരകൾ ആരും തന്നെ പരാതിയുമായി മുന്നോട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഇരകളെ കൂടി കണ്ടെത്തി അവരുടെ മൊഴി കൂടി രേഖപ്പെടുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടി അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ മൂന്നാം കക്ഷികളായി പോലീസിലേക്ക് പരാതി നൽകിയവരുടെ മൊഴിയും അതുപോലെ തന്നെ അവരുടെ പക്കലുള്ള തെളിവുകളും ശേഖരിക്കുകയാണ് ക്രൈംബ്രാഞ്ച്. വിജയകുമാർ. റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.